കൊച്ചിയിലെ റേഞ്ച് റോവർ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് എറണാകുളം RTO KR സുരേഷ് 24-നോട്. പ്രാഥമിക അന്വേഷണത്തിൽ വാഹനത്തിൽ തകരാറില്ല എന്ന് വ്യക്തമായി. ആവശ്യമെങ്കിൽ ട്രേഡ് യൂണിയൻ അംഗങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകാൻ MVD തയ്യാറാണെന്നും RTO KR സുരേഷ് വ്യക്തമാക്കി. കൊച്ചിയിലെ റേഞ്ച് റോവർ വാഹനത്തിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനത്തിന് യന്ത്ര തകരാറുകളില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് എറണാകുളം RTO സുരേഷാണ്. സാർ, ഈ റേഞ്ച് റോവറിൻ്റെ അപകടത്തിൽ റോഷൻ എന്നൊരു വ്യക്തിക്ക് ജീവൻ നഷ്ടമാകുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനത്തിന് യന്ത്ര തകരാറുകൾ സംഭവിച്ചതാണ് കാരണമെന്നാണ് ഈ വാഹനം ഓടിച്ചിരുന്ന അൻഷാദ് പറഞ്ഞത്. എന്നാൽ എന്താണ് നിങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? നമ്മളിതിനെ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരാളും അതുകൂടാതെ അദ്ദേഹത്തിനെ സഹായിക്കുന്ന 2 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും കൂട്ടുകയും കൂടാതെ റേഞ്ച് റോവറിൻ്റെ ടീമുണ്ടായിരുന്നു, പോലീസിലെ പ്രിൻസിപ്പൽ SI ഉൾപ്പെടെയുള്ള ടീമുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഒരു ടീം തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യമായെന്ന് പറഞ്ഞാൽ ഇത് ഒരു പുതിയ വാഹനമാണ്, നല്ല ടെക്നോളജി ഉപയോഗിച്ച് വേൾഡ് ക്ലാസ് വാഹനം കൂടിയാണ്. ഈ വാഹനത്തിൽ സാങ്കേതിക തകരാറുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വാഹനം പുറകോട്ട് ഇറങ്ങിയപ്പോൾ സംഭവിച്ച ഒരു ഹ്യൂമൻ എറർ ആകാനാണ് ചാൻസ് ഈ വാഹനത്തിൻ്റെ അപകടം ഉണ്ടാകാൻ കാര്യം. വാഹനത്തിൽ സാങ്കേതികപരമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമ്മുടെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതേ ടീമിനെ തന്നെ വെച്ചൊരു വിശദമായ അന്വേഷണം അത് ഇപ്പോൾ പുരോഗമിക്കുകയാണല്ലേ? അതെ, അതിൻ്റെ അന്വേഷണം, അതിൻ്റെ ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. അത് ഇപ്പോൾ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ ഓൾറെഡി നിർദ്ദേശങ്ങൾ, ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മളിതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേക ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിലും ബോധ്യമായ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത്. കളക്ടറിൽ നിന്ന് ഔദ്യോഗികമായി ഒരു റിക്വസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് റിപ്പോർട്ട് കൈമാറാവുന്നതാണ്. റിപ്പോർട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫൈനൽ കഴിഞ്ഞു. അതിൻ്റെ ഇനി ആവശ്യപ്പെടുന്ന മുറക്ക് കൊടുക്കാൻ പറ്റും. ഡീലേഴ്സ് ആവശ്യപ്പെടുന്നത് ഇത്തരം അപകടങ്ങളില്ലാതിരിക്കാൻ ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി വിദഗ്ധമായൊരു പരിശീലനം നൽകണമെന്നാണ്. സർക്കാർ ആവശ്യപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിന് ഏത് രീതിയിലായിരിക്കും ഇതിൽ ഇടപെടാൻ കഴിയുക? നമുക്ക് തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വാഹനങ്ങളൊന്നും പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമ്മുടെ ഇൻസ്പെക്ടർമാർ വഴി ക്ലാസ്സുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഡീലർമാരുടെ സഹകരണത്തോടുകൂടി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും പിന്നീട് ഉണ്ടാവുക. വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം പൂർത്തിയാകാറായിരിക്കുന്നു. ഉടൻ തന്നെ ഈ കളക്ടർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നുള്ളതാണ് എറണാകുളം RTO സുരേഷിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ക്യാമറ പേഴ്സൺ അനൂപിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.